ലേവ്യ പുസ്തകം അധ്യായം 1. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവ് സമാഗമന കൂടാരത്തിൽ നിന്ന് മോശയെ വിളിച്ച് അവനോട് കൽപ്പിച്ചു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, നിങ്ങളിൽ ആരെങ്കിലും കർത്താവിന് വഴിപാട് കഴിക്കുന്നു എങ്കിൽ കാളകളോ ആടുകളോ ആയ ബലിമൃഗങ്ങളെ കൊണ്ടുവരണം. അവൻ വഴിപാടായി മാടുകളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്തതിനെ അർപ്പിക്കണം. കർത്താവുമായി നിരപ്പാകുവാൻ അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ അർപ്പിക്കണം. അവൻ ഹോമയാഗ മൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവന് വേണ്ടി പുണ്യത്തിന് ആകുവാൻ അവന് പര്യാപ്തമാകും. അവൻ കർത്തൃസന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഉള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ ഹോമയാഗമൃഗത്തെ തോലുരിച്ചു കഷണങ്ങളാക്കി മുറിക്കണം. പുരോഹിതനായ അഹറോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കണം. പിന്നീട് അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ കഷ്ണങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ അടുക്കി വയ്ക്കണം. അതിൻ്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് കർത്താവിന് സൗരഭ്യവാസനയായ ദഹനയാഗം. ഹോമയാഗത്തിനുള്ള അവൻ്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെയാണ് അർപ്പിക്കേണ്ടത്. അവൻ കർത്തൃസന്നിധിയിൽ യാഗപീഠത്തിൻ്റെ വടക്ക് വശത്ത് വെച്ച് അതിനെ അറുക്കണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ അതിനെ തലയോടും മേധസ്സോടും കൂടെ ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം. പുരോഹിതൻ അവയെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ അടുക്കി വയ്ക്കണം. കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി കർത്താവിന് സൗരഭ്യവാസനയായ ദഹനയാഗമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. കർത്താവിനുള്ള അവൻ്റെ വഴിപാട് പക്ഷിജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ ചങ്ങാരിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പിരിച്ചു പറിച്ചു യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിൻ്റെ രക്തം യാഗപീഠത്തിൻ്റെ ചുമരിന്മേൽ ചുറ്റുമായി പിഴിഞ്ഞുകളയണം. അതിൻ്റെ തീൻപണ്ടം മരത്തോടുകൂടി പറിച്ചെടുത്ത് യാഗപീഠത്തിൻ്റെ അടുത്ത് കിഴക്കുവശത്ത് ചാരം ഇരുന്ന സ്ഥലത്ത് ഇടണം. അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ ദഹിപ്പിക്കണം. അത് ഹോമയാഗമായി കർത്താവിന് സൗരഭ്യവാസനയായ ദഹനയാഗം. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.